എത്ര വെളുത്ത മുടിയും ഇതുപോലെ വെളുത്ത മുടിയൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ കറുപ്പ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ട് പോകാം, ഒരു കയ്യിലൊന്നും ആവത്തില്ല. നല്ല രീതിയിൽ വെളുത്ത മുടിയിൽ പിടിച്ചിരിക്കുന്ന അടിപൊളി 2 ഹെയർ ഡൈകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കി കാണിക്കാം. അത് ആദ്യം 2 നാച്ചുറൽ ഹെയർ ഡൈകളാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അത് നമുക്ക് 2 രീതിയിൽ മിക്സിങ് ആയിട്ട് നമുക്ക് തലയിൽ വെളുത്ത മുടിയിൽ ഉപയോഗിക്കാം, അതുപോലെ ഹെയർ പായ്ക്കായിട്ടും ഉപയോഗിക്കാം. അങ്ങനെ 3 രീതിയിലാണ് ഞാനത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാമെന്ന് കണ്ടു നോക്കുക. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ നാച്ചുറൽ ഹെയർ ഡൈ ആണ്. നമുക്ക് ഒരുപാട് കെമിക്കൽ ഡൈ ഒക്കെ മേടിച്ച് യൂസ് ചെയ്ത് നമ്മുടെ ഒരു മുടി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഒരു മുടി ഒന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ഒന്ന് മേടിച്ച് തേക്കും. പിന്നെ ആ ഭാഗത്തുള്ള മുടിയെല്ലാം വെളുത്ത മുടിയായിട്ട് പോകും. അതിലും എത്രയോ ഭേദമാണ് നമ്മൾ ഇങ്ങനത്തുള്ള നാച്ചുറൽ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് മെസ്സേജൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇതുപോലുള്ള ഡൈ ഉണ്ടാക്കിയിട്ട് റിസൾട്ട് കിട്ടിയവരുടെ വോയിസ് മെസ്സേജൊക്കെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇനിയും പോകുന്നില്ല. നിങ്ങൾക്ക് തന്നെ എണ്ണയും നീലേമരിപ്പൊടിയും ഒരു സാധനം പോലും നമ്മുടെ ഒരു നാച്ചുറൽ ഹെയർ പാക്ക് പോലും തലയിൽ തേക്കാൻ പറ്റാത്തവർക്കും ഒക്കെ ഉള്ള ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2 ഹെയർ ഡൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് 2-ൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കെമിക്കലായിട്ടുള്ള ഒന്നുമല്ല, നാച്ചുറലാണ്. നിങ്ങൾക്ക് ഏതാണ് അതിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് ഈ ഫ്രണ്ടിലാണ് നര വരുന്നത് അല്ലേ. അപ്പോൾ ആദ്യമേ നമുക്ക് സ്ത്രീകൾക്ക് മെയിനായിട്ട് ഫ്രണ്ട് നരയാണ് വരാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമായി ഫ്രണ്ടിലെ നര കാണുമ്പോഴത്തേനും. നമ്മൾ പറയും പ്രായമാകുമ്പോൾ മുടിയൊക്കെ നരയ്ക്കും കേട്ടോ, അതിപ്പോൾ നരച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ മുടി നരച്ചല്ലോ എന്നൊരു വിഷമം നമുക്ക് കാണും അല്ലേ. അപ്പോൾ അതൊന്ന് മറയ്ക്കാനായിട്ട് നമുക്ക് എന്താണ് ഒരു ചെറിയ പൊടിക്കൈ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പൊടിക്കൈകളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല റിസൾട്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പേ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റിസൾട്ട് കിട്ടിയ ആൾക്കാരൊക്കെ അതിൽ ലൈക്ക് ചെയ്തേക്കുന്നത്, അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ ഇത് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എത്ര വെളുത്ത മുടിയും കറുപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി നാച്ചുറൽ ഹെയർ ഡൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ല കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. എൻ്റെ മുത്തുമണികളെല്ലാം ഒന്ന് ഓടി വന്നേ. അത് ഹെഡ് ഡൈ ആയിട്ടും പായ്ക്കായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം നമ്മുടെ മുടി കറക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മൾ എണ്ണയൊക്കെ കാച്ചുമ്പോൾ കരിഞ്ജീരകം ഇട്ട് എണ്ണ കാച്ചാറുണ്ട്. എന്തിനാണ്? നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട്, നല്ല മുടി വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് കരിഞ്ജീരകം ഉപയോഗിക്കുന്നത്. എല്ലാ എണ്ണക്കകത്തും നമ്മുടെ കരിഞ്ജീരകം ഇടാറുണ്ട്. അപ്പം നമ്മുടെ കരിഞ്ജീരകം ഒരു 2 ടേബിൾ സ്പൂണോട് എടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച കരിഞ്ജീരകമായിരുന്നു. നിങ്ങൾക്ക് മുഴുവനോടെ ഇട്ട് ഇതുപോലെ നന്നായിട്ട് കറപ്പിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ഒന്ന് കറപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ ഇട്ടിട്ട് ഒരു പാത്രത്തിലിട്ടതിന് ശേഷം നല്ലപോലെ കറപ്പിച്ച് ഒന്ന് പുകയൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇത് 2-ൽ ഏതൊന്ന് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേയിലയും നമ്മുടെ മുടിക്ക് കളർ കിട്ടാനായിട്ട് ഒത്തിരി നല്ലതാണ്. നമുക്ക് ഹെന്ന മിക്സിനകത്തും അതുപോലെ തന്നെ തേയില വെള്ളം കൊണ്ട് മുടി കഴുകുന്നതും ഒക്കെ നമുക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് ഏറ്റവും നല്ലത്. കെമിക്കൽ മേടിച്ച് യൂസ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അലർജിയും പ്രശ്നങ്ങളും ഒക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ട്. ഇത് കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. അതാണ് ഞാൻ വീണ്ടും നിങ്ങളോട് എടുത്തു പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കമൻറ്റിൽ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എത്രമാത്രം ഈ ഒരു ഹെയർ ഡൈ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുമെന്നുള്ള കാര്യം. വെളുത്ത മുടിയിൽ നന്നായിട്ട് കറുത്ത് പിടിച്ചിരിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇതും ഈ ഒരു തേയിലപ്പൊടിയും നമ്മുടെ ഒരു കരിഞ്ജീരകവും ചേർത്ത് നന്നായിട്ട് ഒന്ന് കറപ്പിച്ച് നല്ല കരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കോഫി പൗഡറിൻ്റെ ഒരു കളറിൽ, ഏകദേശം ഒരു കളർ, അതിനെക്കാട്ടും കുറച്ചുകൂടെ ഡാർക്ക് കളറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വെളിച്ചെണ്ണ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് അലോവേര ജെല്ല് മിക്സ് ചെയ്തിട്ട് ഒരു
പെട്ടെന്ന് തന്നെ നമ്മൾ തേക്കരുത്. ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് കാണിച്ചോട്ടെ. ആദ്യം നമ്മൾ ഈ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക, പുറത്തോട്ടൊക്കെ പോകുമ്പം തേച്ചുകൊണ്ട് നമ്മുടെ വെളുത്ത മുടി കറുപ്പിക്കാനായിട്ട് നമുക്ക് ഫ്രണ്ട് നിരയൊക്കെ വേഗം വേഗം തന്നെ കറുപ്പിച്ചെടുക്കുക. നമ്മുടെ കയ്യിലൊന്നും ഉണങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും കയ്യിലൊന്നും ആവത്തില്ല, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് ഉടനെ ഇട്ട് കൊടുക്കുകയല്ല. ഇത് കണ്ടോണം എങ്ങനെയാണെന്നുള്ള കാര്യം. പെട്ടെന്ന് നമ്മളെ മുടിയിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് കുളിപ്പിച്ചൊഴിച്ചൊന്നും കുഴക്കേണ്ട. അത്യാവശ്യം ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇതുപോലെ ഉണക്ക ഗ്ലാസ് ജാറ് തന്നെ എടുക്കണം. പ്ലാസ്റ്റിക് പാത്രം ഒന്നും എടുക്കരുത്. ഗ്ലാസ് ജാറ് തന്നെ എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം കേട്ടോ. എപ്പോഴും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കേടുകൂടാതെ തന്നെ പുറത്ത് തന്നെ ഇരുന്നോളും. കാറ്റ് കയറാതെ എവിടെയെങ്കിലും സൈഡിൽ അടച്ചു വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട അന്നേരം ഉപയോഗിക്കരുത്. ഇത് നമ്മൾ എടുത്തൊരു 3-4 ദിവസത്തിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതി കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഹെയർ ഡൈയും കൂടെ കാണിക്കാം. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഉള്ളിത്തൊലി, അതായത് സവോളയുടെ തൊലിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വെറുതെ വീട്ടിൽ വലിച്ചെറിയുന്ന സാധനമാണല്ലേ. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ്. നല്ല പോലെ വെളുത്ത മുടിയിൽ ഇത് പിടിച്ചിരിക്കും. അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കറുത്ത ഉള്ളിത്തൊലി ഒന്നും എടുക്കാതിരിക്കുക. നമ്മൾ പൊളിക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി തൊലിയും സവോളയുടെ തൊലിയൊക്കെ കിട്ടുമല്ലോ, അതെടുക്കുക. എന്തായാലും ഇത് കഴുകാൻ നമുക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. എന്നിട്ട് ഇത് നല്ലതായിട്ട് നല്ല ഒരു കട്ടിയുള്ള ചീനച്ചട്ടിയിലിട്ടിട്ട് നല്ലതായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കറുപ്പിച്ച് കരിച്ചെടുക്കണം. ഇത് കരിച്ചെടുക്കുന്നതിലാണ് നമുക്കിതിൻ്റെ എത്രത്തോളം കറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളത് കറുപ്പിച്ചെടുക്കണം. ഈ ഒരു ഉള്ളിത്തൊലി സവോളത്തൊലിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായി ഇത്രയേ ഉള്ളിത്തൊലി ഇട്ടെങ്കിലും ശകലവേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനത്രയും നിങ്ങൾക്ക് പൊടിച്ച് വെക്കാം. നിങ്ങൾ ഈ പെട്ടെന്ന് ഓടിച്ചെന്ന് കെമിക്കൽ യൂസ് ചെയ്തിട്ട് വെറുതെ മുടി നരപ്പിക്കുന്നതിലും അടുത്ത മുടി കൂടെ നരപ്പിക്കുന്നതിലും എത്രയോ ഭേദമാണ് ഇങ്ങനത്തുള്ള നാച്ചുറൽ ഹെയർ ഡൈ. അപ്പം ഇത് നല്ലതായിട്ടൊന്ന് കരിച്ച് നമ്മളൊന്ന് കറുപ്പിച്ചെടുക്കുക. തീ കൂട്ടി വെച്ചിട്ട്, ആദ്യം കാണിച്ചതും രണ്ടാമത് കാണിച്ചതൊന്നും തീ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ കരിച്ചെടുക്കരുത്. തീ കുറച്ച് ആദ്യം ഒന്ന് ചീനിച്ചട്ടി ചൂടാക്കിയതിന് ശേഷം ഇതിട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നിങ്ങളിതുപോലെ കരിച്ചെടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലിയും ഉള്ളിത്തൊലിയും എല്ലാം നന്നായിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം അതും ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമുക്ക് അന്നേരം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത് ഒരു കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് ഇതുപോലെ തന്നെ വെളുത്ത മുടിയുള്ള ഭാഗത്ത്, ആദ്യം കാണിച്ചതും വെളുത്ത മുടിയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് അലോവേര ജെല്ല്, വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അലോവേര ജെല്ല് ചേർത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു ഹെയർ പാക്ക് എന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ആദ്യത്തെ ഇതാണ് വെളിച്ചെണ്ണ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെളുത്ത മുടിയുള്ളിടത്ത് തേച്ച് പിടിപ്പിക്കാം. രണ്ടാമത് കാണിക്കുന്നത് ഇതെടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി 2 ഭാഗമായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് പിന്നെ ഒരു ഹെയർ പായ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കൊച്ചു കുട്ടികൾക്കെല്ലാം ഇത് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുടിക്ക് കറുപ്പൊന്നും ഇല്ലാത്ത പിള്ളേർക്കാണെങ്കിൽ ആ ഒരു പായ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ഞാൻ ഈ 2 ഭാഗമായിട്ട് വെച്ചതിൽ ഒരു ഭാഗത്തിനകത്തേക്ക് നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെല്ലിക്കാപ്പൊടി മുടി കറക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. നമ്മൾ എണ്ണ കാച്ചാനൊക്കെ നെല്ലിക്കാപ്പൊടി ഉപയോഗിക്കുന്നതാണ്. അപ്പം ഒരു 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നെല്ലിക്കാപ്പൊടി ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ഹെയർ പായ്ക്ക് എന്ന രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഇതും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പം 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഹെന്ന പൗഡർ, ഈ ഒരു ഹെന്ന പൗഡറിനകത്ത് എല്ലാം ചേർന്ന ഒരു ഹെന്ന പൗഡറാണ്. പിന്നെ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇത് ഹിമാലയയുടെ ഹെന്ന പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇതിനകത്ത് ചേർത്ത് പിന്നെ നമുക്ക് ഇനിയും നീലയമരിയുടെ പൗഡർ കൂടെ ചേർക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നീലയമരി പൗഡർ ഒഴിവാക്കണം. വലിയവരിടുമ്പോൾ മാത്രമേ നീലയമരി പൗഡർ യൂസ് ചെയ്യാവുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഇടുമ്പോൾ ആദ്യത്തെ ആ സ്റ്റെപ്പ് മാത്രം മതി. എന്നിട്ട് ഈ ഒരു നീലയമരിയുടെ പൗഡർ 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചേർക്കുക. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
എന്നിട്ട് നമുക്ക് കട്ടൻ ചായ തിളപ്പിച്ച് തണുപ്പിച്ചതിനകത്തോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാപ്പി നന്നായിട്ട് കടുപ്പത്തിൽ തിളപ്പിച്ചതിനകത്തോ ചേർത്ത് ഇതാക്കാം. ഞാനിത് കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ കറുപ്പിച്ച് തിളപ്പിച്ചതിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ കറപ്പിച്ചെടുക്കണം കട്ടൻ കാപ്പിയാണെങ്കിലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് വേണേൽ നമുക്ക് നരയും പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് വേണേൽ അന്നേരം തന്നെ നമുക്കൊരു ഹെയർ പാക്കായിട്ട് നമുക്ക് ഇട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കളയാം. ഇല്ലെങ്കിൽ താളി ഉപയോഗിച്ച് വാഷ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസവും നമുക്ക് ഉപയോഗിക്കാം. ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ആ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തോട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതൊരു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം. ആദ്യത്തെ പൊടി സവോളയുടെയും ഉള്ളിത്തൊലിയുടെയും കരിച്ച പൊടിയായിട്ട് എടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് പെട്ടെന്ന് തന്നെ പുറത്തോട്ടൊക്കെ പോകാൻ നേരത്തെ ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാം. അതുപോലെ ആദ്യം കാണിച്ച കരിഞ്ജീരകവും നമ്മുടെ തേയിലപ്പൊടിയും കൂടെ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ മുടിയിൽ പാർട്ടീഷൻ എടുക്കുക. നമുക്ക് ഫ്രണ്ട് നരയൊക്കെ ഉള്ളിടത്ത് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾ വിചാരിക്കും ഇത് നമ്മുടെ കയ്യിലൊക്കെ പറ്റുമെന്ന്. പറ്റത്തില്ല. നമ്മൾ അന്നേരം തേക്കുമ്പം പറ്റും, പക്ഷേ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലോ ഡ്രസ്സിലോ ഒന്നും ആകത്തില്ല. നല്ല രീതിയിൽ തന്നെ നല്ല കറുപ്പായിട്ട് തന്നെ നമ്മുടെ മുടിയിൽ പറ്റിപ്പിടിച്ചിരിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യമില്ലാത്ത ഭാഗത്തുള്ളതെല്ലാം തുടച്ച് വൃത്തിയാക്കുക. എന്നിട്ട് ഇതുപോലൊരു പല്ലടുത്ത കൂമ്പ് കൊണ്ട് നന്നായിട്ട് ചീവി ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് പുറത്തോട്ട് പോകാം. ഒരു മനുഷ്യർ പോലും അറിയത്തില്ല നമ്മളിങ്ങനൊരു ഹെയർ ഡേ ചെയ്തിട്ടുണ്ടെന്ന്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ പോലും ഇതങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. എപ്പോൾ ഷാമ്പു വാഷ് ചെയ്യുന്നോ അന്നേരം മാത്രമേ ഈ ഒരു നമ്മുടെ ആ ഒരു കരിഞ്ജീരകവും അതുപോലെ തന്നെ തേയിലപ്പൊടിയുമായിട്ടുള്ള മിക്സ് കറപ്പിച്ചെടുത്തത് ഡൈ പോലെ ഉണ്ടാക്കി വെളിച്ചെണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്തത് അതാണ് ഇപ്പോൾ തേച്ചതിൻ്റെ കാണിച്ചേക്കുന്നത്. അത് പോകത്തില്ല. എപ്പോൾ നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്യുമ്പോഴേ അത് പോകത്തുള്ളൂ. അപ്പം ഞാൻ ഉണ്ടാക്കിയ നാച്ചുറൽ ഹെയർ ഡേ നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുക. കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഹെയർ പാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ നീലയമരിപ്പൊടി ചേർക്കേണ്ട. കുഞ്ഞു കുട്ടികൾക്കൊന്നും നീലയമരിയുടെ ആവശ്യമില്ല. ഹെന്ന പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ടാൽ മതി. ഇത് ഒത്തിരി കുഞ്ഞു കുട്ടികളല്ല, 10-14 വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തണുപ്പൊക്കെ അല്ല, അവർക്ക് പിടിക്കത്തില്ല. അപ്പം നമ്മുടെ മുടി വളർച്ചയ്ക്കും ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്. ഇതിനകത്തെ 2 കാര്യങ്ങളും മുടി വളർച്ചയ്ക്ക് ഒത്തിരി സഹായിക്കുന്നതാണ്. ബാക്കി നമ്മൾ മുടിക്ക് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കയ്യിലൊന്നും ആവത്തില്ല. ഇതിൻ്റെ തെളിവ് സഹിതമുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊന്നും ആവത്തില്ല. ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് തേച്ചുകൊണ്ട് പുറത്തോട്ട് പോകാം. നിങ്ങൾക്ക് അങ്ങനെ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അലോവേര ജെൽ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് തേച്ചുകൊണ്ട് പോകാം. അതും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്യുക. എന്നിട്ടൊന്ന് മുടി ഉണക്കുക. ഉണക്കിയതിന് ശേഷം നിങ്ങൾ ഏതായ എണ്ണ യൂസ് ചെയ്യുന്ന ആ എണ്ണയൊന്ന് പുറത്തോളം തടവിയിട്ട് നിങ്ങൾക്ക് പോകാം. അപ്പോൾ നല്ല രീതിയിൽ കറുപ്പായിട്ട് തന്നെ നമ്മുടെ മുടി ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് മതിയില്ല നമുക്ക് എന്തായാലും ഒരു മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വെറുതെ നമുക്ക് ഓരോന്ന് മേടിച്ച് കാശ് കളയേണ്ടതും നമ്മുടെ ആ ഒരു സ്കിൻ അലർജി വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. റിസൾട്ട് മറക്കാതെ അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ.